ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും എജുനെക്സിലേക്ക് സ്വാഗതം. കേരളത്തിൽ BSc നഴ്സിംഗിന് വേണ്ടി എത്രത്തോളം ഇൻഡെക്സ് മാർക്ക് വേണം എന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അതോടൊപ്പം 155 കോളേജുകളിലായി ഏകദേശം 9200ഓളം സീറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ LBS വഴി കേരളത്തിൽ BSc നഴ്സിംഗിന് വേണ്ടി അപേക്ഷിച്ചവരുടെ എണ്ണം ഏകദേശം 1 ലക്ഷത്തിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി കർണാടകയെ ആശ്രയിക്കുന്നത് ഒരുപാട് മലയാളികളാണ്. കർണാടകയിൽ ഏകദേശം 45,000-ന് മുകളിൽ BSc നഴ്സിംഗിന് സീറ്റുകൾ ഇപ്പോൾ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം വരെ, അതായത് 2024 വരെ BSc നഴ്സിംഗിന് നേരിട്ട് അഡ്മിഷൻ ലഭിച്ചിരുന്നു. 22 മുതൽ 23-നും 24-നൊക്കെ എൻട്രൻസ് എക്സാം നടന്നിരുന്നുവെങ്കിലും ഈ എൻട്രൻസ് എക്സാം ഇല്ലാതെയും കഴിഞ്ഞ വർഷം വരെ അഡ്മിഷൻ ലഭിച്ചിരുന്നു. എന്നാൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KEA കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ CET എക്സാം നിർബന്ധമായും 2025 മുതൽ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ BSc നഴ്സിംഗിന് ഇനി മുതൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി അഥവാ KEA കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ CETയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. CET എക്സാമിന് അഥവാ കോമൺ എൻട്രൻസ് എക്സാമിന് അഥവാ കോമൺ എൻട്രൻസ് ടെസ്റ്റിന് അപേക്ഷിക്കാനുള്ള ദിവസം ആരംഭിച്ചത് ജനുവരി 23-ാം തീയതിയായിരുന്നു. ഓൾറെഡി ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ടാകും. ഇനിയും അപേക്ഷിക്കാത്തവർ മനസ്സിലാക്കുക, അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 18-ാം തീയതിയാണ്. ഫെബ്രുവരി 18-ാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഇനിയും അപേക്ഷിക്കാത്തവർ ഡിലേ ആവാതെ ഉടൻ തന്നെ അപേക്ഷിക്കുക. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് അധികം വൈകാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് നടത്താം, അതായത് അപേക്ഷ ഫീസ് നൽകാം. തൊട്ടടുത്ത മാസം മാർച്ച് 25-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അധികം വൈകാതെ തന്നെ എക്സാമിനേഷൻ നടത്തപ്പെടും. അതായത് ഏപ്രിൽ 16-ാം തീയതിയും 17-ാം തീയതിയുമായിട്ടാണ് എക്സാം നടക്കുന്നത്. BSc നഴ്സിംഗിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾക്ക് ഉള്ള എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത്. 16-ാം തീയതി രാവിലെ 10:30 മുതൽ 11:50 വരെ ഫിസിക്സിന്റെ എക്സാമും അതോടൊപ്പം തന്നെ ആഫ്റ്റർനൂൺ സെഷൻ, അതായത് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:50 വരെ കെമിസ്ട്രിയുടെ എക്സാം നടക്കുന്നതായിരിക്കും. എന്നാൽ തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 17-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മുതൽ 3:50 വരെ ആയിരിക്കും ബയോളജിയുടെ എക്സാം ഉണ്ടാവുക. നിങ്ങൾ +2 പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പാഠഭാഗങ്ങളെ, +2 മാത്രമല്ല +1, +2 പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയായിരിക്കും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതും 60 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അഥവാ ഇംഗ്ലീഷിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപേക്ഷ അയക്കുന്നതിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ, അതോടൊപ്പം തന്നെ CET എക്സാമിന്റെ സിലബസിനെ കീറിമുറിച്ച് മനസ്സിലാക്കിയെടുക്കാനും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഉള്ള, ബെസ്റ്റ് ഫെസിലിറ്റീസ് ഉള്ള അംഗീകൃതമായ കോളേജുകളുടെ വിവരങ്ങൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് സിലബസിനെ ഒന്ന് വ്യക്തമായി കീറിമുറിച്ച് പരിശോധിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.